Boche Gold and Diamonds. Buy now, pay later. 3 വയസ്സിനുള്ളിൽ ഇന്റർനാഷണൽ റെക്കോർഡുകൾ ഉൾപ്പെടെ 4 റെക്കോർഡുകൾ. അത്ഭുതമായി മണ്ണാർക്കാട് പുല്ലിശ്ശേരി പെരിഞ്ചിറയിൽ ശ്രീരാമിന്റെയും കോട്ടപ്പുറം തോട്ടര പുത്തൂർക്കളം ദീപാമോഹന്റെയും മകൾ ഇവാന. ഇത് ഇവാന മണ്ണാർക്കാട് പുല്ലിശ്ശേരി പെരിഞ്ചിറയിൽ ശ്രീരാമിന്റെയും കോട്ടപ്പുറം തോട്ടര പുത്തൂർക്കളം ദീപാമോഹന്റെയും മകൾ. കണ്ണിലുടക്കിയാൽ എന്തും മനപ്പാടമാണ് ഈ കൊച്ചുമിടുക്കിക്ക്. ഇംഗ്ലീഷ് മലയാളം അക്ഷരമാലകൾ, ആഴ്ചകൾ, മാസങ്ങൾ, പക്കങ്ങൾ, നക്ഷത്രങ്ങൾ, 500-ൽ പരം വസ്തുക്കളുടെ പേരുകൾ, സംഖ്യകൾ തുടങ്ങി എന്തും മനപ്പാടമാണ് ഇവാന ശ്രീരാമിന്. ഹെക്സഗൺ, take triangle, what is square, rectangle, circle. ഇതുകൂടാതെ കുട്ടി കവിതകളും അറിയാം. പാട്ടിനോടുള്ള അഭിരുചിയും ഏറെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തു പറഞ്ഞാലും പിന്നീട് ചോദിക്കുമ്പോൾ കൃത്യമായി പറയുമായിരുന്നു ഇവാന എന്ന അമ്മ ദീപ ശ്രീരാം. മാക്സിമം നമ്പർ ഓഫ് ടോപ്പിക്സ് കവേർഡ് ബൈ എ യങ് ജീനിയസ് എന്ന കാറ്റഗറിയിലാണ് കലാം വേൾഡ് റെക്കോർഡ് ഇവാനയ്ക്ക് സ്വന്തമായത്. നമ്മുടെ നാഷണൽ ഫ്ലാഗിന്റെ പേരെന്താ? നാഷണൽ ഫ്ലാഗിന്റെ പേര് നാഷണൽ ഫ്രൂട്ട് ഏതാ? നാഷണൽ ഫ്ലവർ ഏതാ? നാഷണൽ ബേർഡ് ഏതാ? ബേർഡ് പക്ഷിയാ? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാ? ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ ഇംഗ്ലീഷ് മലയാളം അക്ഷരമാലകൾ, നക്ഷത്രങ്ങൾ, മാസങ്ങൾ എന്നിവ പറഞ്ഞ് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന നിലയിലാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടിയതെന്ന് അമ്മയുടെ അനുജത്തി ദിവ്യ മോഹൻ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. അതിൽ 15ഓളം കാറ്റഗറീസ് ആയിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 15ഉം അവർ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവർ ഫസ്റ്റ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ തന്നെ അവൾക്കൊരു നാഷണൽ ലെവൽ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സർനെയിം അവൾക്ക് അവളുടെ പേരിന്റെ കൂടെ വെക്കാം എന്ന് പറയുന്ന ഒരു എലിജിബിലിറ്റി മെയിൽ കൂടെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നാഷണൽ ലെവലില്. ഇവാനയ്ക്ക് എല്ലാ പിന്തുണയുമായി കുടുംബം കൂടെ തന്നെ ഉണ്ടെന്നും ദീപയുടെ അമ്മ കുമാരി മോഹൻ പറഞ്ഞു. കൂടുതലൊരു ഫോൺ അഡിക്ഷൻ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് കുറച്ച് ബുക്സും ഫ്ലാഷ് കാർഡ്സും ഒക്കെ അങ്ങനെ വാങ്ങി കൊടുക്കാനുണ്ടായത്. അപ്പോൾ അവളത് നമ്മൾ ഒരു തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 2 തവണ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് തിരിച്ചു പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഞങ്ങളത് കുറച്ച് സീരിയസ് ആയി എടുത്ത് പിന്നെ ഞങ്ങൾ ഫ്ലാഷ് കാർഡ്സും ബുക്സ് ഒക്കെ കുറച്ച് നമ്പേഴ്സ് ഒക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടും സ്പീഡ് കൂട്ടിക്കൊണ്ട് വന്നിട്ടും ഒക്കെ ഞങ്ങൾ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് അതങ്ങനെ നമ്മൾ അതോറിറ്റീസിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്.